അങ്ങനെ അവസാനം നമുക്ക് അതിന്റെ ഒരു പ്രൊപ്പോസൽ ഫോമിന്റെ ഒരു കോപ്പി കിട്ടിയതിന് ശേഷമാണ് ഇതിലെ കൂടുതൽ ദുരൂഹതകൾ പുറത്തു വരുന്നത്. ആ പ്രൊപ്പോസൽ ഫോമിൽ ബാലുചേട്ടൻ 7 ഒപ്പിട്ടിട്ടുണ്ട്. ആ 7 ഒപ്പും 7 വിധമാണ്. അതിന് ബാലുചേട്ടന്റെ യഥാർത്ഥ ഒപ്പുമായി യാതൊരു ബന്ധവുമില്ല. ചെറിയൊരു സാമ്യം എവിടെയെങ്കിലും പറയാനുള്ളതേ ഉള്ളൂ. പക്ഷേ ആ മെയിൻ ലെറ്റർ പോലും, സിഗ്നേച്ചറിന്റെ മെയിൻ ലെറ്റർ പോലും വ്യത്യസ്തമായാണ് 7 സ്ഥലത്തും 6 7 അത്രയും സ്ഥലത്തും ഇട്ടിരിക്കുന്നത്. അതിലെ ഫോൺ നമ്പറും കോൺടാക്ട് നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിരിക്കുന്നത് വിഷ്ണുവിൻ്റെതാണ്, ബാലുചേട്ടൻ്റെതല്ല. നോമിനി ലക്ഷ്മി തന്നെയാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മരണം വെറും ഒരു ആക്സിഡന്റ് ആണ്, അത് സ്വാഭാവികമായി സംഭവിച്ചു പോയതാണ്, ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ടും പലരൊക്കെ എത്തുന്നുണ്ട്. എന്നാൽ ഇതല്ല, ഇതൊരു കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ബാലഭാസ്കറിന്റെ സഹോദരിയായിട്ടുള്ള പ്രിയ വേണുഗോപാൽ ഓരോ ദിവസവും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ വേണുഗോപാൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന ലക്ഷ്മി കൊടുത്ത ഇന്റർവ്യൂവിൽ ലക്ഷ്മി ഒരു കാര്യം പറഞ്ഞിരുന്നു. ലക്ഷ്മി പറഞ്ഞത് എനിക്ക് കിട്ടാനുള്ള പൈസ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു പൈസ ഇതുവരെയായിട്ടും എന്തുകൊണ്ട് ലക്ഷ്മിക്ക് കിട്ടിയിട്ടില്ല? കിട്ടാൻ വേണ്ടി എന്തുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്മിയുടെ അല്ലെങ്കിൽ ബാലഭാസ്കറിന്റെ സുഹൃത്തുക്കൾ അതിന്